ഇപ്പൊ അടുത്ത ദിവസങ്ങളിലായിട്ട് ഈ പറയുന്നത് പോലെ ഇ ഡി കഴിഞ്ഞ ദിവസം ഈ SDP-യുടെ ദേശീയ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തു. ദേശീയ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തതിനകത്ത് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലൊക്കെ ചർച്ച വന്നത് ED-യുടെ അറസ്റ്റ്, SDP-യുടെ വെളിയിൽ നിൽക്കുന്ന ഭാരവാഹികൾ അവരുടെ നേതാവിനെ, ദേശീയ നേതാവിനെ അറസ്റ്റ് ചെയ്തത് ധൃതി പിടിച്ചായിപ്പോയി, അല്ലെങ്കിൽ അത്തരത്തിലൊരു അറസ്റ്റിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ED അന്വേഷിക്കുന്നതെന്ന് പറഞ്ഞാൽ സാമ്പത്തിക കുറ്റകൃത്യങ്ങളാണ്. അതിനകത്ത് ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് 5000-ഓളം കേസുകളുണ്ട്. ആ കേസുകൾക്കകത്ത് ശിക്ഷിച്ചിട്ടുള്ളത് വളരെ തുലവും മാത്രമാണ്. അല്ലെങ്കിൽ തന്നെ ഇതിനകത്ത് അവർക്ക് NIA പോലെയുള്ള ഒരു അന്വേഷണ ഏജൻസി അല്ലാത്തതുകൊണ്ട് ഈ സാമ്പത്തിക കുറ്റകൃത്യത്തിനകത്ത് നിന്ന് അന്വേഷിക്കാനേ സാധിക്കത്തുള്ളൂ. അപ്പം അവർ ഈ പറയുന്ന ആരോപണങ്ങൾ ശരിയാകുന്ന ഒരവസ്ഥ ഉണ്ടാവത്തില്ല. മാത്രവുമല്ല, ഈ പറയുന്ന SDP-യുടെ നേതാക്കന്മാർ കഴിഞ്ഞ ദിവസം ചാനൽ ചർച്ചകളിലൊക്കെ വന്ന് പറഞ്ഞാണ്, ഞങ്ങൾ ഈ രാജ്യത്ത് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കകത്ത് അവർ പ്രവർത്തിക്കുന്നത് പോലെ ഈ രാജ്യത്തിന്റെ ഭരണഘടനയും അല്ലെങ്കിൽ ഈ രാജ്യം പറയുന്ന എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അതിനപ്പുറം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളെ അറസ്റ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഞങ്ങളെ നിരോധിക്കുന്നതിനോ ഒക്കെ സാധിക്കും. ഞങ്ങൾക്കെതിരെ ഉള്ള ഈ വ്യാജ പ്രചരണം അല്ലെങ്കിൽ ED പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നാളെ കാലത്തെ കോടതിയിൽ അവർക്ക് തെളിയിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വരും. അപ്പൊ നമുക്ക് ED എന്താണ് പറഞ്ഞതെന്ന് ചോദിച്ചാൽ ED പറയുന്നത് 2.5 കൊല്ലം മുമ്പ് നിരോധിച്ച PFIയുടെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ രഹസ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുമ്പോൾ അവ 2047 അല്ലെങ്കിൽ ഒരു മുസ്ലിം രാജ്യത്തിന് വേണ്ടി ശ്രമിക്കുന്നു. അതേ നീക്കത്തിൽ അല്ലെങ്കിൽ അവരുടെ അഭാവത്തിൽ ആ നീക്കങ്ങൾ അതേ പരിധിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും അല്ലെങ്കിൽ അന്ന് ആ നീക്കത്തിന് വേണ്ടി എല്ലാ സഹായം ചെയ്തിട്ടുള്ള ആൾക്കാർ ഇപ്പൊ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് PFI ആണെന്നും, അല്ലെങ്കിൽ PFIക്ക് അകത്ത് ജയിലിൽ കിടക്കുന്ന അല്ലെങ്കിൽ ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് ജയിലിൽ കിടക്കുന്ന നേതാക്കന്മാർക്ക് ഗൾഫിൽ ഉൾപ്പെടെ ചെന്ന് പണം പിരിക്കുന്നതിനും അല്ലെങ്കിൽ അതിനുവേണ്ടി പല NGOs-നെ, ഈ പറയുന്ന SDP-യുടെ ഭാഗമായിട്ടുള്ള പല NGOs-നെ ഈ പറയുന്ന മുസ്ലിം രാജ്യങ്ങൾ, അത് ദുബായിലായാലും കൊള്ളാം, ഖത്തറിലായാലും കൊള്ളാം, UAE-ലായാലും കൊള്ളാം, മറ്റു പല പേരുകളിലും സൃഷ്ടിച്ച് അതിന്റെ കെയർ ഓഫിൽ ഈ റംദാൻ മാസം അല്ലെങ്കിൽ പുണ്യമാസത്തിന് ആൾക്കാർക്ക് സക്കാത്ത് കൊടുക്കുന്ന രീതിയിലും മറ്റു രീതിയിലും മാതൃ സേവനത്തിന് വേണ്ടി പണം കണ്ടെത്തുന്നതിന് സഹായമാകുന്ന രീതിയിൽ എല്ലാ പ്രവർത്തനവും, അതായത് PFIയെ നാളെ കാലത്തെ സഹായിക്കുന്നതിന് വേണ്ടി പണം കണ്ടെത്തുന്നതിന് വേണ്ടി നിന്നത് ഈ ദേശീയ പ്രസിഡന്റ് ആണ്, അല്ലെങ്കിൽ ഫൈസിയാണ്. അപ്പം ഈ രീതിയിൽ നോക്കുമ്പോൾ PFIയുടെ ഒരു സമാനമായ രൂപമാണ്. അത് രാഷ്ട്രീയ പാർട്ടി ആയതുകൊണ്ട് PFIയുടെ കൂടെ നിരോധിക്കാൻ പറ്റിയില്ല. രാഷ്ട്രീയ പാർട്ടി ആയതുകൊണ്ട് അല്ലെങ്കിൽ ജനാധിപത്യ സംവിധാനം അതിനകത്ത് നിൽക്കുന്നതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷന്റെ ചില നിയമങ്ങൾ കൂടി പാലിച്ചു വരേണ്ടതുണ്ട്. മാത്രമല്ല, ഇത്തരത്തിൽ രാഷ്ട്രീയ പാർട്ടി ആണെങ്കിൽ പോലും ആ രാഷ്ട്രീയ പാർട്ടി ഒരു രാജ്യത്തിനകത്ത് ആ രാജ്യത്തെ വിഭജിക്കാൻ നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ടെററിസ്റ്റ് ഗ്രൂപ്പുകളുടെ ഭാഗമായിട്ട് നിന്ന് ആ രാജ്യത്തിനകത്ത് കലാപങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന അവസ്ഥയുണ്ടെങ്കിൽ, അത്തരത്തിലുള്ള ഒരു മുദ്രാവാക്യമാണ് ആ രാജ്യത്തിനകത്ത് അവർ നടത്തുന്നതെങ്കിൽ, അല്ലെങ്കിൽ അത്തരത്തിൽ ഉള്ള ആ കാര്യങ്ങളാണ് രഹസ്യമായിട്ടാണെങ്കിൽ പോലും അവർ ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നതും അല്ലെങ്കിൽ ആൾക്കാരെ കൂട്ടുന്നതിന് വേണ്ടി ശ്രമിക്കുന്നതും അവരെ നിരോധിക്കുന്നതിന് വേണ്ടിയുള്ള നിയമമുണ്ട്. അപ്പം അവരെ നിരോധിക്കാൻ ഉതകുന്ന വിധത്തിലുള്ള നിയമങ്ങൾ ഇപ്പം ED-യുടെ റെയ്ഡിൽ നിന്ന് പോലും, അല്ലെങ്കിൽ സാമ്പത്തിക ക്രമക്കേടിന് അറസ്റ്റ് ചെയ്യുന്ന ദേശീയ പ്രസിഡന്റ്, അല്ലെങ്കിൽ കള്ളപ്പണം വെളുപ്പിക്കുന്ന കേസുമായിട്ട് ബന്ധപ്പെട്ട് 12 പ്രാവശ്യം ED സമൻസ് കൊടുത്തണക്കെ പോലും ചെല്ലാതിരുന്ന ആളിനെ വിദേശത്തേക്ക് കടക്കുന്ന അവസ്ഥ വന്നപ്പോൾ, അല്ലെങ്കിൽ ആ അവസ്ഥ വന്നപ്പോൾ അദ്ദേഹത്തെ നിരീക്ഷിച്ചുകൊണ്ടിരുന്ന ED അല്ലെങ്കിൽ പോലീസിന്റെ സഹായത്തോടുകൂടി അറസ്റ്റ് ചെയ്യുന്നു. അപ്പം അദ്ദേഹത്തിന്റെ സാമ്പത്തിക ക്രമക്കേടുകൾ ഈ പറഞ്ഞതുപോലെ PFIക്ക് വേണ്ടിയായിരുന്നു, അല്ലെങ്കിൽ ഈ രാജ്യത്ത് കലാപം ഉണ്ടാക്കുന്ന ആൾക്കാരെ കൂട്ടിയോജിപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നു, അല്ലെങ്കിൽ കലാപം ഉണ്ടാക്കുന്നതിന് വേണ്ടി മുദ്രാവാക്യങ്ങൾ ആളുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയായിരുന്നു, അല്ലെങ്കിൽ വിദേശ ശക്തികൾ ആഗ്രഹിക്കുന്നത് പോലെ ഇന്ത്യയിൽ പരസ്പരം സ്പർദ്ധയുണ്ടാക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കി മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയായിരുന്നു. അപ്പൊ ഇത്രയും നാള് നിരീക്ഷിച്ചിട്ട് ഈ പെട്ടെന്ന് ഒരു ദിവസം അവരെ അറസ്റ്റ് ചെയ്യുന്നതിന് ഇപ്പൊ നമ്മൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പല നിയമങ്ങൾ, അത് പൗരത്വ അല്ലെങ്കിൽ ഈ പൗരത്വ നിയമവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമായാലും അല്ലെങ്കിൽ കർഷക കാര്യമായാലും പല നിയമങ്ങൾ വരുമ്പോഴും ഇവിടെ കലാപങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുള്ള ഏറ്റവും മുൻപന്തിയിൽ നിന്നിട്ടുള്ളതാണ് അന്ന് PFI നിലവിന് ശേഷം ആ കലാപത്തിന് ഏറ്റവും മുൻപന്തിയിൽ നിന്നിട്ടുള്ള അല്ലെങ്കിൽ പണ്ട് നിന്നിട്ടുള്ളതാണ് SDP. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ SDP ഇന്ത്യയിലുടനീളമുള്ള സംസ്ഥാനങ്ങൾ അവർ പ്രകടനം നടത്തുന്നുണ്ടായിരുന്നു. ഇന്ത്യയിലുടനീളമുള്ള സംസ്ഥാനങ്ങൾ അവർ നടത്തിയ പ്രകടനം എന്ന് പറഞ്ഞാൽ, ഇവിടുത്തെ മുസ്ലിങ്ങളുടെ സ്വത്ത് പിടിച്ചു പറിക്കുന്നതിന് വേണ്ടി നരേന്ദ്രമോദിയുടെ സർക്കാർ, RSSന്റെ സർക്കാർ, അവർ പറയുന്ന വാക്കാ ഞാൻ പറയുന്നത്, RSSന്റെ സർക്കാർ അല്ലെങ്കിൽ BJPയുടെ സർക്കാർ ശ്രമിക്കുന്നു. അതുകൊണ്ട് സ്വത്ത് സംരക്ഷിക്കുന്നതിന് ആവശ്യമായിട്ട് നമ്മൾ കലാപങ്ങൾ ഉണ്ടാക്കണം, അല്ലെങ്കിൽ ജയിലുകൾ
വീതികൾ നിറയ്ക്കുന്ന സമരങ്ങൾ ഉണ്ടാക്കണം. അപ്പൊ ഇത്തരത്തിൽ ഇതേ മുദ്രാവാക്യവുമായിട്ട് മുസ്ലിം സംഘടനകൾ കൂടെ കൂടുന്ന ഒരവസ്ഥ. അപ്പം ഈ 10-ാം തീയതി ഈ പറയുന്നത് പോലെ ഈ പുതിയൊരു വഖഫ് നിയമ ഭേദഗതി കൊണ്ടുവന്നു. ഇതേ പഴയ വഖഫ് നിയമത്തിനകത്ത് കോൺഗ്രസ് ഇവിടുത്തെ ഈ പറയുന്ന ചില സംഘടനകളെ സഹായിക്കുന്നതിന് വേണ്ടി രാജ്യത്തെ ഭരണഘടനയെ പോലും വെല്ലുവിളിക്കുന്ന രീതിയിൽ ഒരു വഖഫ് നിയമം രാജ്യത്ത് അധിനിവേശം നടത്തുന്നതിന് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. അല്ലെങ്കിൽ ഈ രാജ്യത്ത് താമസിക്കുന്ന മുസ്ലിങ്ങൾ ഉൾപ്പെടെ, ക്രിസ്ത്യാനി ഉൾപ്പെടെ, ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ളവന്റെ സ്വത്ത് പിരിച്ചു പറിക്കുന്നതിന് വേണ്ടി ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് ഒരു നിയമം കൊണ്ടിരിക്കുന്നു. ആ നിയമത്തിനകത്ത് കൃത്യമായ ജനാധിപത്യ സംവിധാനത്തിലൂന്നി ഇവിടുത്തെ കോടതികൾക്ക് ഇടപെടാൻ പറ്റുന്ന രീതിയിൽ, എന്നാൽ വഖഫ് ചെയ്യാൻ പറ്റുന്ന മുസ്ലിങ്ങൾക്ക് മാന്യമായി വഖഫ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ഒരു നിയമം കൊണ്ടുവന്നപ്പോൾ ആ നിയമം ഇവിടുത്തെ മുസ്ലിങ്ങളുടെ സ്വത്ത് പിടിച്ചു പറിക്കുന്നതിന് വേണ്ടിയാണെന്ന് പറയുന്ന ഒരു അവസ്ഥ. ആ നിയമം ഇവിടുത്തെ മുസ്ലിങ്ങൾക്കിടെ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ നിയമത്തിന് വിരുദ്ധമാണെന്ന് പറയുന്ന ഒരവസ്ഥ. ആ രീതിയിൽ ആൾക്കാരെ തെറ്റിദ്ധരിച്ച് പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നപ്പോഴും, കർഷക നിയമം കൊണ്ടുവന്നപ്പോഴും, മറ്റ് മുത്തലാഖ് കൊണ്ടുവന്നപ്പോഴും, അല്ലെങ്കിൽ ഈ പല നിയമങ്ങൾ കൊണ്ടുവന്നപ്പോഴും അതിനകത്ത് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് ഇന്ത്യയിൽ കലാപം ഉണ്ടാക്കുന്ന അതേ രീതിയിൽ കൂടുതൽ ശക്തിയിൽ 2024 ഇലക്ഷന് ശേഷം, അതായത് അല്ലെങ്കിൽ PFIയുടെ നിരോധനത്തിന് ശേഷം അവിടെയും ഇവിടെയും വളരെ സൈലന്റ് ആയിട്ടിരുന്ന ഈ PFIയുടെ ഭാഗമാണെന്ന് ഇപ്പൊ ED പറയുന്ന, അല്ലെങ്കിൽ എല്ലാവർക്കും അത്തരത്തിൽ വിചാരമുള്ള SDP വളരെ കൂടുതലായിട്ട് മുന്നോട്ട് വരുന്നു. അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മൾ പരിശോധിക്കും കേരളത്തിൽ പോലും ഇവിടുത്തെ ഏറ്റവും മുസ്ലിങ്ങളുടെ ഭാഗമായിട്ട് നിൽക്കുന്ന പാർട്ടിയായ മുസ്ലിം ലീഗിനെ പോലും വെല്ലുന്ന രീതിയിൽ മലപ്പുറത്തും കൊല്ലത്തും പ്രകടനം നടത്തുന്നു, വെല്ലുവിളികൾ നടത്തുന്നു. ഇന്ത്യയിലുടനീളം ആൾക്കാരെ വളരെ കൃത്യമായിട്ട് ഒരു കലാപത്തിന് ഉതകുന്ന രീതിയിലേക്ക് ആദ്യമേ സ്വരുക്കൂട്ടുന്നു. ഈ പാർലമെന്റ് സമ്മേളനം അല്ലെങ്കിൽ മാർച്ച് 10-ന് കൂടാൻ പോകുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ വഖഫ് നിയമ ഭേദഗതി കൊണ്ടുവരുന്നു. അല്ലെങ്കിൽ ആ നിയമ ഭേദഗതി ഇന്ത്യയിൽ നടപ്പായാൽ ഇന്ത്യക്കകത്തുള്ള മുസ്ലിങ്ങളുടെ സ്വത്തും സമ്പാദ്യവും അവന്റെ നിലനിൽപ്പും എല്ലാം ഇല്ലാതാകുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും എന്നുള്ള രീതിയിലുള്ള ഒരു പ്രചരണം നടത്തുന്നത് മുന്നിൽ കണ്ടുകൊണ്ട് കൂടിയാവണം ഈ പറയുന്ന ഫൈസിയെ അറസ്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടായത്. അല്ലെങ്കിൽ ഈ പറയുന്ന ഈ SDP-ന്റെ ഓഫീസുകൾ ഇന്ത്യയിലുടനീളം റെയ്ഡ് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ഈ കലാപത്തിനകത്ത് ഇത്തരത്തിലൊരു കലാപം ഉരുത്തിരിച്ച് ആ കലാപത്തിന്റെ മുഖം ആദ്യ SDP-കാരനാകുകയും ആ കലാപം കൊണ്ട് ലാഭമുണ്ടാക്കാൻ നിൽക്കുന്ന, നമ്മൾ മനസ്സിലാക്കുന്ന പോലെ പ്രതിപക്ഷ കക്ഷികളും ഈ പറയുന്ന പുതിയ വഖഫ് നിയമ ഭേദഗതിക്ക് പുറത്തു നിന്ന് എതിർക്കുന്ന പ്രതിപക്ഷത്തിന് ഈ പറയുന്ന കലാപം ഉരുത്തിരിക്കേണ്ടതായിട്ടുണ്ട്. അതിന് ആദ്യമേ SDP ഉപയോഗിച്ച് പുറകിൽ നിന്ന് വേണ്ട രീതിയിലുള്ള സംവിധാനങ്ങളെല്ലാം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സാധ്യതയുണ്ട്. ആ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് കൂടിയാവണം ഈ പറയുന്ന SDP-യെ നിരോധിക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ SDP-യെ നിരോധിക്കുന്ന അവസ്ഥയും ഈ 10-ാം തീയതിക്ക് മുമ്പ് കേരളത്തിൽ ഉടനീളം SDP-യുടെ ഓഫീസുകൾ റെയ്ഡ് ചെയ്യുന്നതിനും, അല്ലെങ്കിൽ അത്തരത്തിലൊരു കലാപ അന്തരീക്ഷം ഉണ്ടാക്കാൻ ഉതകുന്ന രീതിയിൽ നിൽക്കുന്ന നേതാക്കന്മാരെ വളരെ കൃത്യമായിട്ട് പിടിച്ചകത്തു വെക്കുന്ന ഒരു അവസ്ഥയിലേക്കും കാര്യങ്ങൾ നീങ്ങുന്നു. ഏതായാലും ഈ സമാന റെയ്ഡുകൾ, ഒന്ന് SDP ഓഫീസുകൾ കഴിഞ്ഞ ദിവസങ്ങളുടെ റെയ്ഡും, അതിന്റെ കൂടെ ഈ അനധികൃത കുടിയേറ്റക്കാരായിട്ടുള്ള ബംഗ്ലാദേശികളെയും മ്യാൻമർ മുസ്ലിങ്ങളെയും പിടിക്കുന്ന ഒരവസ്ഥയും എല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ ഈ 10-ാം തീയതിക്ക് ശേഷം ഒരു വലിയ കലാപം അത് വഖഫിന്റെ പേരിൽ ഇന്ത്യയിൽ ഉടലെടുക്കുന്നതിനും അല്ലെങ്കിൽ ഉടലെടുപ്പിക്കുന്നതിനും SDP തയ്യാറായിരുന്നു. അതിനൊരു വിലങ്ങുതടിയ അല്ലെങ്കിൽ അത് ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി ഉള്ള ഒരു പ്രവർത്തനം കൂടിയാണ് ED-യുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്, അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നാണ് നമ്മൾക്ക് മനസ്സിലാവുന്നത്.